പ്രത്യേക ദിവസമാണ്. ഈ ദിവസമാണ് നമ്മൾ ശാസ്ത്രപ്രകാരം ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസം തുടങ്ങാൻ എടുത്തു വച്ചിരിക്കുന്നത്. നമ്മൾ ആധ്യാത്മിക വിദ്യയിലാണെങ്കിലും പറയുന്ന കേൾക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. നമ്മൾ 2 തരം വിദ്യാഭ്യാസമാണ് നമുക്കുള്ളത്. ഒന്ന് സ്പിരിച്വൽ എഡ്യൂക്കേഷൻ, 2 മെറ്റീരിയൽ എഡ്യൂക്കേഷൻ. ഒന്ന് ആത്മീയ വിദ്യാഭ്യാസം, 2 ഭൗതിക വിദ്യാഭ്യാസം. ഭൗതിക വിദ്യാഭ്യാസം അതായത് നമ്മൾ സ്കൂളിൽ പഠിക്കുന്നത് കൃത്യമായിട്ട് മുന്നോട്ട് പോകണം, നമുക്ക് പഠിച്ചു വളരണമെന്നുണ്ടെങ്കിൽ ആത്മീയ വിദ്യാഭ്യാസം ആവശ്യമാണ്, സ്പിരിച്വൽ എഡ്യൂക്കേഷൻ അത്യാവശ്യമാണ്. അതാ നേരത്തെ ചാരുതയുടെ അടുത്തൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്താണ് ആത്മീയ വിദ്യാഭ്യാസം? നമ്മുടെ ഭൗതികമായ വിദ്യാഭ്യാസത്തിന്റെ പുരോഗമനത്തിന് വേണ്ടിയിട്ട് നമുക്കൊരു ചോദനം ആവശ്യമാണ്, അതായത് ശക്തി ആവശ്യമാണ്, ഇല്ലേ? ഒരു പ്രചോദനം ആവശ്യമാണ്. നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്നത് ഓർമ്മയിലിരിക്കാനും ആ ഓർമ്മ ഉപയോഗയോഗ്യമാക്കി പോകാനുമൊക്കെ മറ്റൊരു ശക്തി ആവശ്യമാണ്, ഇല്ലേ? അതിനാണ് ആത്മീയ വിദ്യാഭ്യാസം വേണ്ടത്. അതായത് ഭഗവാനെ വിളിക്കണം, ഭഗവാനെ എന്തിനു വിളിക്കണം, ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് വേണം. ഇതൊക്കെയാണ് ആത്മീയ വിദ്യാഭ്യാസത്തിലുള്ളത്. ഈ ആത്മീയ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ മെറ്റീരിയൽ എഡ്യൂക്കേഷൻ, ഭൗതികമായ വിദ്യാഭ്യാസം നമുക്ക് വളരെ പെട്ടെന്ന് മുന്നോട്ട് പോകാനും മുന്നേറാവാനും വേണ്ടിടത്ത് ബുദ്ധിപൂർവ്വം ഉപയോഗിക്കാനും പറ്റും. ഇല്ലെങ്കിൽ നമ്മുടെ മെറ്റീരിയൽ എഡ്യൂക്കേഷൻ മിസ്യൂസ് ആയി പോകും. അതായത് നമ്മൾ അസ്ഥാനത്ത് ഉപയോഗിക്കുകയും അവസാനം നമ്മൾ താഴോട്ട് വന്ന് വീഴുകയും ചെയ്യും. ഒരുപാട് കാര്യങ്ങൾ ഈ വിജയദശമി ദിനത്തിൽ അങ്ങനെയുള്ള ചില നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അതിൻ്റെ കഥകൾ വേണമെന്നുണ്ടെങ്കിൽ മറ്റൊരു ദിവസം പറയാം. ഇന്ന് നമുക്ക് പോസിറ്റീവ് മാത്രം സംസാരിക്കാം, അല്ലേ? ശരിയല്ലേ? അപ്പം എങ്ങനെയാണെങ്കിലും ആത്മീയത തുടങ്ങിയത് പോലും ഭാഗവതത്തില് ധ്യാന ശ്ലോകത്തില് ഭഗവാൻ ആദ്യം ഗുരുവിനെയാണ് അവിടെ ആചാര്യന്മാർ വന്നിക്കുന്നത് കാണാൻ പറ്റും, ഇല്ലേ? ശൗനകാദി മഹർഷികൾ ആദ്യമായിട്ട് പരീക്ഷിത് മഹാരാജാവിന് ഭാഗവതം പറഞ്ഞു കൊടുക്കുമ്പം അവിടെ ഇരിക്കുമ്പോഴും ആദ്യം ഗുരുവിനെയും സരസ്വതി ദേവിയെയൊക്കെ വന്നിച്ചിട്ടാണ് തുടങ്ങുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം നമ്മളിവിടെ ധ്യാന ശ്ലോകം തുടങ്ങുന്നത്. ആ ധ്യാന ശ്ലോകത്തിന്റെ അവസാനം എന്താ പറയുന്നത്? നാരായണം നമസ്കൃത്യ നരം ചെയ്വ നരോത്തമം. നാരായണനെയാണ് നമ്മൾ നമിക്കേണ്ടത്. പിന്നെന്തുകൊണ്ടാ നാരായണ നമസ്കൃത്യം? നരം ചെയ്വ നരോത്തമം. നരനായി പിറന്നിട്ട് നല്ലൊരു മനുഷ്യനായി, നരോത്തമനായി, മനുഷ്യരിൽ ഉത്തമനായി പോകണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഉള്ളവര് ഭഗവാനെ സ്മരിക്കും. അതാണ് ഭഗവത്ഗീതയിൽ നേരത്തെ നമ്മൾ പഠിച്ച ശ്ലോകം, അഹം സർവസ്യ പ്രഭവോ മത്തക സർവം പ്രവർത്തതേ. ഇത് പഠിച്ചതല്ലേ? അല്ലേ? യെസ്, നമ്മൾ പഠിച്ചു, അഭിനവ് പഠിച്ചു. നമ്മൾ ആദ്യത്തെ ദിവസങ്ങളിൽ പഠിച്ചതാ, വർഷങ്ങൾക്ക് മുമ്പ്. അഹം സർവസ്യ പ്രഭവോ മത്തക സർവം പ്രവർത്തതേ ഇതി മത്വാ ഭജന്തേ മാം ബുധാ ഭാവസമന്വിതാഃ. ഭഗവാൻ പറഞ്ഞു, ആധ്യാത്മിക ഭൗതിക, അതായത് സ്പിരിച്വൽ വേൾഡും മെറ്റീരിയൽ വേൾഡും വിദ്യാഭ്യാസം പറഞ്ഞതിൻ്റെ വിട്ട് ആത്മീയ ലോകങ്ങളിലും ഭൗതിക ലോകങ്ങളുടെയും സോഴ്സ്, ഉറവിടം ഞാനാ. എന്നിൽ നിന്നാണ് ഉണ്ടായേക്കുന്നത്. അഹം സർവസ്യ പ്രഭവോ മത്തക സർവം പ്രവർത്തതേ ഇതി മത്വാ ഭജന്തേമ ബുധാഭാവസമന്യ. ഇത് അറിയാവുന്നവർ ബുദ്ധിമാന്മാരാണ്, അല്ലേ? എല്ലാം അറിയാവുന്നവനെ നമ്മൾ ബുദ്ധിമാൻ എന്നല്ലേ പറയുന്നത്? ഇത് അറിയാവുന്ന ബുദ്ധിമാന്മാർ എൻ്റെ അടുത്ത് വരും, എന്നെ അവർ ഉള്ളഴിഞ്ഞ് ആരാധിക്കുകയും ചെയ്യും. ഉള്ളഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സ് തട്ടിക്കൊണ്ട് അവരെന്നെ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കും. അവർക്ക് ഞാൻ വേണ്ടതെല്ലാം കൊടുക്കും. അപ്പം അങ്ങനെ നരം ചെയ്യോ നരോത്തമം. പിന്നെന്താ? ദേവീം സരസ്വതിം വ്യാസം. ദേവീം സരസ്വതി ദേവി. എന്തുകൊണ്ടാണ്? വിദ്യാ പ്രദായിനിയായിട്ടാണ് ഭഗവാൻ സരസ്വതി ദേവിയെ സൃഷ്ടിച്ചിരിക്കുന്നത്, അല്ലേ? ദേവീം
ദുർഗയുടെ 3 ഭാവങ്ങളാണ് അവിടെ വരുന്നത്. അതിനകത്ത് ഒരു ഭാഗം സരസ്വതി ദേവിയാണ്. മൂകാംബികയെ എടുത്ത് പോയി കഴിഞ്ഞാലും നമ്മൾ ചോറ്റാനിക്കര അമ്മയെ എടുത്ത് പോയി കഴിഞ്ഞാലും 3 നേരവും 3 തരത്തിലുള്ള പൂജകളാണ്. ശരിയാണോ? പോയിട്ടുണ്ടോ? അറിയാമോ? എനിക്ക് തോന്നുന്നു ആറ്റുകാൽ അമ്മ അങ്ങനെ ആയിരിക്കാം. എനിക്ക് അവിടെ പിടിയില്ല. പക്ഷെ ചോറ്റാനിക്കര അമ്മ അങ്ങനെയാണ്. അതുപോലെ തന്നെ മൂകാംബികയിലും അങ്ങനെയാണ്. കാടാമ്പുഴ പോയിട്ടുണ്ടോ ആരെങ്കിലും? കാടാമ്പുഴ മലപ്പുറം അല്ലേ? മലപ്പുറം ഡിസ്ട്രിക്റ്റ് അല്ലേ? അല്ലേ? പിന്നെ തിരുമാന്താംകുന്ന് ആരെങ്കിലും പോയിട്ടുണ്ടോ? ഇല്ല. ഇതൊക്കെ വടക്ക് ഭാഗത്തുള്ള നല്ല പ്രധാനപ്പെട്ട 2 ക്ഷേത്രങ്ങളാണ് തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രം, കാടാമ്പുഴ ഭഗവതി ക്ഷേത്രം. തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രം ഗുരുവായൂർ അമ്പലമൊക്കെ ആയിട്ട് ബന്ധമുണ്ട്. മാനവേന്ദ്രൻ രാജാവും ഒക്കെ ആയിട്ട് പണ്ട് കാലത്ത് ഇങ്ങനെയൊക്കെയുള്ളൊരു ബന്ധങ്ങളൊക്കെ ഉണ്ട്. അതും പിന്നെ പറയാം, കഥകൾ. ഓക്കെ. അപ്പം എന്തായാലും ഇവിടെ എല്ലാം 3 നേരത്തെ പൂജകൾ വരും. ബാംഗ്ലൂർ പോയിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. അപ്പം അവിടെയൊക്കെ സരസ്വതി ദേവിയെ ഭഗവാന്റെ ഞാൻ നേരത്തെ പറഞ്ഞു, യോഗമായ സൃഷ്ടി, കറക്റ്റ് അല്ലേ? 8ാമത്തെ പുത്രന് പകരം കംസൻ കണ്ടത് പെൺകുഞ്ഞാണ്. ആ പെൺകുഞ്ഞ് മുകളിലേക്ക് കംസന്റെ കയ്യിൽ നിന്ന് സ്ലിപ്പായിട്ട് ആകാശത്ത് ചെന്നിട്ട് പറഞ്ഞു, മൂർഖ കംസ, നിന്നെ കൊല്ലാൻ നിന്റെ അന്തകൻ. അപ്പം അതിനർത്ഥം എന്താ? ഇവർ രണ്ടുപേരും പരസ്പരം കണക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് യോഗമായ ഭഗവാന്റെ ബഹിരംഗ ശക്തി, യോഗമായ ഭഗവാൻ തന്നെ സൃഷ്ടിച്ചു വിട്ടതാണ്. ഇതെല്ലാം ശാസ്ത്രം കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ. അങ്ങനെ ദേവീം സരസ്വതിം വ്യാസം തഥോജയമുദീരേ. അങ്ങനെ എല്ലാം ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ നമ്മൾ സമർപ്പിക്കുന്നു. ശ്രീഹരി ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പുസ്തകമൊക്കെ പൂജ എടുത്തോ? എടുത്തു. വെരി ഗുഡ്. എഴുതിയോ? എഴുതി. ഓക്കെ, വെരി ഗുഡ്. ദേവദർശ് ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓക്കെ. അങ്ങനെ നല്ലൊരു ദിവസമായിട്ട് ഭഗവാന്റെ പ്രതിനിധിയായ സരസ്വതി ദേവി ആരുടെ മകളാ? ആരുടെ മകളാണ് സരസ്വതി ദേവി? ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പൊ നമ്മള് ഓം നമോ ഭഗവതേ വാസുദേവായ. 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 ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഈ വിജയദശമി നാളിൽ ഭഗവാന്റെ പ്രത്യേകം അനുഗ്രഹം ഉണ്ടാകട്ടെ. അവരുടെ വിദ്യാഭ്യാസത്തിൽ ഉന്നതി നേടി ഭഗവാൻ അനുഗ്രഹത്തോടെ ഉന്നതമായ സ്ഥാനങ്ങളിൽ എത്തട്ടെ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീ ചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഹ്യം ദദാതി സ്വപദാന്തികം. അജ്ഞാനമാകുന്ന കടും തിമിരത്തോടു കൂടിയാണ് ഞാൻ
ഞാൻ ജനിച്ചത്. എൻ്റെ ആധ്യാത്മിക ഗുരുനാഥൻ ആധ്യാത്മിക ഗുരുനാഥൻ വിജ്ഞാനമാകുന്ന വിജ്ഞാനമാകുന്ന ദീപശിഖ കൊണ്ട് ദീപശിഖ കൊണ്ട് എൻ്റെ എന്റെ കണ്ണുകൾ തുറന്നു. കണ്ണുകൾ തുറന്നു. ഞാൻ ഞാൻ അദ്ദേഹത്തിന് എൻ്റെ എന്റെ സാദര നമസ്കാരങ്ങൾ സാദര നമസ്കാരങ്ങൾ സമർപ്പിക്കുന്നു. ഈ വിജയദശമി ദിനത്തിൽ ഞങ്ങൾ ഗുരുവിനോട് പ്രാർത്ഥിക്കുകയാണ്. വിദ്യാഭ്യാസത്തിലെ എല്ലാ ഉന്നമനത്തിനും വേണ്ടിയിട്ട്, ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് എപ്പോഴും എല്ലായ്പ്പോഴും ഞങ്ങളോടൊപ്പം ഗുരുത്വം എന്ന 3 വാക്ക് എപ്പോഴും ഉണ്ടാകണമേ. വന്ദേഹം ശ്രീ ഗുരു ശ്രീയുതപദകമലം ശ്രീ ഗുരൂൻ വൈഷ്ണവാംച ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാനിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിത ശ്രീ വിശാഖ അന്വിതാം ച ഞാൻ എൻ്റെ ആത്മീയ ഗുരുനാഥന്റെയും എല്ലാ വൈഷ്ണവരുടെയും പാതാരവിന്ദങ്ങളിൽ സാദരം പ്രണമിക്കുന്നു. ശ്രീരൂപ ഗോസ്വാമി അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠ ഭ്രാതാവായ സനാതന ഗോസ്വാമി രഘുനാഥദാസൻ രഘുനാഥ ഭട്ടൻ ഗോപാല ഭട്ടൻ ശ്രീല ജീവഗോസ്വാമി ഇവരുടെ എല്ലാം പാതാരവിന്ദങ്ങളിൽ ഈ ഉള്ളവന്റെ സാദര പ്രണാമം. ഭഗവാൻ കൃഷ്ണ ചൈതന്യൻ ഭഗവാൻ നിത്യാനന്ദൻ അദ്വൈതാചാര്യൻ ഗദാധരൻ ശ്രീവാസൻ മറ്റു സഹപ്രവർത്തകർ എല്ലാവരെയും ഞാൻ നമസ്കരിക്കുന്നു. ശ്രീകൃഷ്ണന്റെയും ശ്രീമതി രാധാറാണിയുടെയും ശ്രീമതി രാധാറാണിയെയും അവരുടെ തോഴിമാരായ ലളിത വിശാഖമാരെയും ഞാൻ സാദരം പ്രണമിക്കുന്നു. ഭഗവാനെ, ഈ പറഞ്ഞതെല്ലാം അങ്ങയുടെ ഭക്തന്മാരാണ്. അതുപോലെ തന്നെ അങ്ങയുടെ ഏറ്റവും വലിയ പ്രിയ സഖിയാണ്, സ്നേഹത്തിന്റെ പാത്രമാണ് രാധാറാണി.
ഇവരെ എല്ലാം ഞങ്ങളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്ന കുട്ടികളെല്ലാം പ്രണമിക്കുന്നു. ഞങ്ങൾക്കെല്ലാം ഈ വിജയദശമി ദിനത്തിൽ നല്ല രീതിയിൽ ആധ്യാത്മികമായും ഭൗതികമായും വിദ്യാഭ്യാസത്തിൽ നല്ല ഉന്നമനം കിട്ടണമേ, ഉന്നത സ്ഥാനത്തെത്തണമേ. ഹേ കൃഷ്ണ കരുണാ സിന്ധു ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പദേ ദീനബന്ധു ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത ഗോപേശ ഗോപികാ രാധാ കാന്ത നമോസ്തുതേ. രാധാ കാന്ത ഹേ പ്രിയ കൃഷ്ണ, ഹേ പ്രിയ കൃഷ്ണ, അവിടുന്ന് അവിടുന്ന് ദീനന്മാരുടെ സുഹൃത്തും ദീനന്മാരുടെ സുഹൃത്തും സൃഷ്ടിയുടെ ഉറവിടവും ആകുന്നു. അങ്ങ് അങ്ങ് ഗോപികളുടെ നായകനും ഗോപികളുടെ നായകനും രാധാറാണിയുടെ കാമുകനുമാണ്. രാധാരാണിയുടെ കാമുകനുമാണ്. ഞാൻ ഞാൻ അങ്ങേ അങ്ങേ സാദരം പ്രണമിക്കുന്നു. സാദരം പ്രണമിക്കുന്നു. ഭഗവാനെ, അങ്ങ് കഷ്ടപ്പെടുന്നവരുടെ എല്ലാവരുടെയും സുഹൃത്താണ്. അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് എല്ലാ കഷ്ടപ്പാടും മാറുന്നു. മാത്രമല്ല, ഈ ഭൗതിക ലോകത്തിലെ എല്ലാത്തിൻ്റെയും സൃഷ്ടിയും അങ്ങിൽ നിന്നാണ്. മാത്രമല്ല, അങ്ങ് ഗോപികന്മാരുടെ നായകനാണ്, രാധാറാണിയുടെ കാമുകനാണ്. ഭഗവാനെ, ആ ഭഗവാനെ ഞങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്നവരെല്ലാം ഈ വിജയദശമി ദിനത്തിൽ അങ്ങയെ പ്രണമിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. തപ്തകാഞ്ചന ഗൗരാംഗീ സപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുധേ ദേവി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. പ്രണമാമി ഹരിപ്രിയേ. ചുട്ടുപഴുത്ത സ്വർണത്തിന്റെ സ്വർണ്ണത്തിന്റെ നിറമുള്ള ശരീരത്തോടു കൂടിയ ശരീരത്തോടുകൂടിയാണ് വൃന്ദാവന റാണിയെ, രാധാറാണിയെ ഞാൻ വണങ്ങുന്നു. വിഷഭാനുവിന്റെ മകളായ അവിടുന്ന് കൃഷ്ണ ഭഗവാന് വളരെ പ്രിയപ്പെട്ടതാണ്. രാധാറാണി, ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് നല്ല ശരീരശോഭയാണ്, നല്ല സൗന്ദര്യമാണുള്ളത്. വിഷഭാനുവിന്റെ മകളാണ്, അതുപോലെ തന്നെ കൃഷ്ണന് പ്രിയപ്പെട്ടതുമാണ്. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് രാധാറാണി ഭഗവാനോട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കണമേ. വാഞ്ചാകൽപതരൂഭ്യശ്ച കൃപാ സിന്ധുഭ്യയേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഞാൻ ഭഗവാന്റെ വൈഷ്ണവ ഭക്തന്മാരെ സാദരം പ്രണമിക്കുന്നു. കൽപ്പവൃക്ഷങ്ങളെ പോലെ അവർക്ക് എല്ലാവരുടെയും ആഗ്രഹപൂർത്തി വരുത്താൻ കഴിയും. അവരാകട്ടെ പതിതാത്മാക്കളോട് അതീവ കരുണയുള്ളവരുമാണ്. ഭഗവാനെ, ഞങ്ങളിവിടെ ഈ വിജയദശമി ദിനത്തിൽ അങ്ങയുടെ ഭക്തന്മാരെല്ലാം പ്രണമിക്കുകയാണ്. കാര്യം, അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് ആ ഭക്തന്മാർക്കും ഞങ്ങളെ അനുഗ്രഹിക്കാൻ കഴിയും. ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഞാൻ ശ്രീകൃഷ്ണ ചൈതന്യൻ പ്രഭു നിത്യാനന്ദൻ ശ്രീ അദ്വൈതൻ
ശ്രീ അദ്വൈതൻ, ഗദാധരൻ, ഗദാധരൻ, ശ്രീവാസൻ ശ്രീവാസൻ എന്നിവരെയും എന്നിവരെയും ഭക്തിമാർഗചാരികളായ മാർഗചാരികളായ മറ്റുള്ളവരെയും മറ്റുള്ളവരെയും ഞാൻ ഞാൻ നമസ്കരിക്കുന്നു. നമസ്കരിക്കുന്നു. ഭഗവാൻ, ഈ വിജയദശമി ദിനത്തിൽ അങ്ങയുടെ എല്ലാ ഭക്തന്മാരെയും ഞാൻ നിങ്ങൾ പ്രണമിക്കുകയാണ്. തീർച്ചയായിട്ടും അവരുടെ എല്ലാം അനുഗ്രഹം ഞങ്ങൾക്കുണ്ടാകട്ടെ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ രാമ രാമ ഹരേ ഹരേ. മുഖം കരോതി വാചാരം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തഥോ ജയമുദീരേ. ഹരേ കൃഷ്ണ. ഓം തത്സത്ത്. അപ്പം നമ്മള് ഇത് നമ്മള് വിജയദശമിയായിട്ട് നല്ലൊരു നോക്കൂ, ഒരു അസുരനെ നിഗ്രഹിച്ചതിലാണ് അല്ലേ? ആദ്യം ഞാൻ ചോദിച്ചത് ഒരു ചോദ്യം എന്തായാലും ചോദിച്ചിരുന്നല്ലോ ഇടയ്ക്ക്. ആദ്യ ഹരേ കൃഷ്ണ, സ്വാഗതം. ഹരേ കൃഷ്ണ പ്രഭു. കുറിയൊക്കെ നല്ലതായിട്ടുണ്ടല്ലോ. പൂജ എടുത്തോ? എടുത്തു പ്രഭു. ഓക്കെ, ഹരേ കൃഷ്ണ. ഞാൻ ചോദിച്ച ചോദ്യം എന്തായിരുന്നു? സരസ്വതി ദേവി ആരുടെ മക്കളാണ്? ബ്രഹ്മാവിന്റെ. ബ്രഹ്മാവിന്റെ മകളാണ്. വെരി ഗുഡ്. ബ്രഹ്മാവിന്റെ മകളാണ് സരസ്വതി ദേവി. ബ്രഹ്മാവിനെ സൃഷ്ടിച്ചത് ആര്? ടിങ്കടേ കൃഷ്ണൻ. കൃഷ്ണൻ. ഉറപ്പാ? സത്യ? കൃഷ്ണനല്ല, വിഷ്ണു. ഓക്കെ, എങ്ങനെ വന്നു ബ്രഹ്മാവ്? അതൊക്കെ ഞാൻ എങ്ങനെയൊക്കെയോ ഓർമ്മിച്ചെടുത്തത്. എതിലേക്കൂടെ വന്നു ബ്രഹ്മാവ്? ഓക്കെ, പുക്കളിൽ നിന്ന് താമര വന്നു, താമരത്തണ്ടിലൂടെ വന്ന് ബ്രഹ്മാവ് പുറത്തു വന്നു. ഓക്കെ, നോക്കണം. അപ്പം ബ്രഹ്മാവിന്റെ മകളാണ് സരസ്വതി ദേവി. ആ ബ്രഹ്മാവ് വന്നത് എവിടുന്നാണ്? വിഷ്ണുവിൽ നിന്ന് വന്നു. ഇപ്പൊ മനസ്സിലായില്ലേ ആ ഗ്രാഫ് അല്ലേ? ഇനി വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാ. ആക്ച്വലി ഈ താമരത്തണ്ട് ഭഗവാന്റെ പൊക്കിളിൽ നിന്നാണോ വരുന്നത്? അതിന്റെ വേരെവിടാ? ആദ്യം മൈക്ക് ഓഫാ. മൈക്ക് ഓഫാണ്. ആദ്യയുടെ മൈക്ക് ഓഫാണ്. ആലോചിച്ചു. അല്ല, പറഞ്ഞോ. രാഹുൽ എത്തി. ഹരേ കൃഷ്ണ. ശ്രീഹരിയുടെ കൂടെ വേറെ ആരാ ഉള്ളത്? അനിയനോ? വെരി ഗുഡ്. ശ്രീഹരിയുടെ അനിയന്റെ പേരെന്താ? ശ്രീനിതായ്. സൂപ്പർ പേരല്ലേ. ഗൗരനിതായ്, ശ്രീനിതായ്. ഓക്കെ, അനഭി പറ. ശ്രീഹരി. അതെ, കണ്ണനുണ്ട്. പറ, എവിടുന്നാണ് നമ്മൾ പഠിച്ചപ്പോ പറഞ്ഞു? ഓക്കെ, ശ്രീഹരി പറഞ്ഞു പുക്കിളിൽ നിന്നാണ് താമരത്തണ്ട് വന്നു, താമരത്തണ്ടിൽ നിന്ന് ബ്രഹ്മാവ് വന്നു. നമ്മൾ കണ്ടത്. പക്ഷേ ഈ താമരത്തണ്ട് വേറെ എവിടുന്നോ ആണ് വരുന്നത്. അത് എവിടുന്നാ ഒറിജിൻ ചെയ്തേക്കുന്നത്? രാഹുൽ ഹരേ കൃഷ്ണ. രാഖി രാശി ഹരേ കൃഷ്ണ. പറഞ്ഞു.
ഞങ്ങള് ഒരു എന്താണ് സർവേശ്വരി പൂജ നാട്ടിൽ നിന്ന് ഒരു സർവേശ്വരി പൂജന്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ അതിനു വേണ്ടി കയറിയിരുന്നാണ്. അതാണ് മീറ്റിംഗ് ആയിരുന്നു, പൂജയല്ല, മീറ്റിംഗ് ആയിരുന്നല്ലേ? മീറ്റിംഗ് ആയിരുന്നു. ഹരേ കൃഷ്ണ. ഓക്കെ, പറഞ്ഞുകൊണ്ട് വന്നത് ഞങ്ങൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു, സരസ്വതി ദേവിയെ കുറിച്ചൊക്കെ പറഞ്ഞു, ഞങ്ങള് ഗുരുവന്ദനം ചെയ്തു. അപ്പൊ ഇനി പറയുന്നത് സരസ്വതി ദേവി ബ്രഹ്മാവിന്റെ പുത്രിയാണെന്ന് പറഞ്ഞു. ബ്രഹ്മാവ് വന്നത് ഭഗവാന്റെ വിഷ്ണുവിന്റെ പുക്കിൽ നിന്ന്, നാഭിയിൽ നിന്ന് വന്ന താമരയിൽ നിന്നാണെന്ന് പറഞ്ഞു. ഞാൻ നേരത്തെ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ താമര തണ്ട് എവിടുന്നാണ് വരുന്നത്? പുക്കിൽ നിന്ന് നമ്മൾ കണ്ടു. കുളു തരാം, കുളു. കുളു വേണോ? കുളു വേണോ? ആദ്യയുടെ മൈക്ക് ഓഫ്. കുളു വേണോ? കുളു 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 വേണം. ഗുരുവായൂരപ്പന്റെ ഫോട്ടോ കണ്ടിട്ടുണ്ടോ? ചതുർഭുജമായിട്ട് ശംഖചക്ര ഗദാപത്മം പങ്കജമിലസും 4 തൃക്കൈകളോടും ആ ശ്യാമവർണ്ണന്റെ ഫോട്ടോയിൽ ഭഗവാന്റെ കയ്യില് താമര കണ്ടിട്ടുണ്ടോ? ഉണ്ട്. 2 ഫോട്ടോ ഉണ്ട്. താമര തണ്ടുള്ള ഫോട്ടോയും താമര തണ്ട് ഇല്ലാത്ത ഫോട്ടോയും ഉണ്ട്. കറക്റ്റ് ഒറിജിനൽ, കുറച്ചുകൂടെ ഒറിജിനൽ ക്ലാരിറ്റി ഉള്ള ഫോട്ടോ താമരത്തണ്ടുള്ള ഫോട്ടോയാണ്. ഭഗവാന്റെ കയ്യിൽ നിന്ന് താമരത്തണ്ട് താഴോട്ട് പോയിട്ടുള്ള കണ്ടിട്ടുണ്ടോ? അപ്പൊ ഈ താമരത്തണ്ട് എങ്ങോട്ടാ പോയിരിക്കുന്നത്? താമരത്തണ്ട് എവിടാ പോയി നിൽക്കുന്നത്? ശ്രദ്ധിച്ചോ? 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 ശ്രദ്ധിച്ചിട്ടില്ല? നിന്നാണോ? പിന്നെ ഗുരുവായൂരപ്പന്റെ ഫോട്ടോ ഒന്ന് ഷെയർ ചെയ്യേ, ഗുരുവായൂരപ്പന്റെ ഫോട്ടോ. ഇപ്പൊ നമുക്ക് നോക്കാം. മൾട്ടിപ്പിൾ. ഓക്കെ, ഷെയർ സ്ക്രീൻ ഇട്ട് തരാം. ഓക്കെ, ഗുരുവായൂരപ്പന്റെ ഫോട്ടോ. വെരി ഗുഡ്. ഭഗവാന്റെ പാദങ്ങളിൽ, ആ പാദങ്ങൾ ഏത് വിരലിൽ നിന്നാ വന്നേക്കുന്നത്? പെരുവിരലിൽ നിന്ന്, തള്ളവിരലിൽ നിന്ന് അല്ലേ? അപ്പൊ മനസ്സിലായോ? വലത് പെരുവിരലാണോ സംശയമുണ്ട്? നോക്കണേ. ഭഗവാന്റെ വലത് പെരുവിരലിൽ നിന്ന് ബ്രഹ്മാവ് ഉത്ഭവിച്ചു. അപ്പം ആക്ച്വലി നമ്മൾ കണ്ടത് ഭഗവാന്റെ നാഭിയിൽ നിന്ന് വരുന്നു. ഈ നാഭി തണ്ട് പോയി വരുന്നത്, ഈ നാഭിയിലൂടെ തണ്ട് പുറത്തു വരുന്നു. പക്ഷെ ഈ ഇട്ടു കണ്ടോ? വരല്, വലത് പെരുവിരല് കണ്ടോ? കണ്ടിരിക്കുന്നേ? ഇപ്പൊ മനസ്സിലായോ? ഇത് വെറുതെ അല്ല വരച്ചു വെച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഈ തണ്ട് അകത്തൂടെയാണ് പോകുന്നത്. ഈ വിരലിൽ നിന്ന് അകത്തൂടെ വന്ന് നാഭിയിലൂടെ പുറത്തു വരികയാണ്. മനസ്സിലായോ? നമ്മൾ കാണുന്നത് അനന്തശയനത്തില് ഭഗവാന്റെ പുക്കിളിൽ നിന്ന്, നാഭിയിൽ നിന്ന് ബ്രഹ്മാവ് ഉത്ഭവിച്ചു. ഓക്കെ, പക്ഷേ ഒന്നും കൂടെ നമ്മൾ പോകുമ്പം ഭഗവാന്റെ വലത് പെരുവിരലിൽ നിന്ന്, ഹയർ സ്റ്റഡിക്ക് പറയുന്നത് എങ്ങനെയാണ്? ഭഗവാന്റെ വലത് പെരുവിരലിൽ നിന്ന് ബ്രഹ്മാവും ഇടത് പെരുവിരലിൽ നിന്ന് ആര് വരുന്നു? വിഷ്ണുവും വരും. അതായത് നമ്മള് ത്രിമൂർത്തി പറയത്തില്ലേ? ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ എന്ന് പറയത്തില്ലേ? ആ ത്രിമൂർത്തികളിലെ വിഷ്ണു, ആ വിഷ്ണുവും വലത് പെരുവിരലിൽ നിന്ന് ബ്രഹ്മാവും ഇടത് പെരുവിരലിൽ നിന്ന് വിഷ്ണുവും വരും. മനസ്സിലായോ? അപ്പം ഇപ്പൊ ഇത്രയും മനസ്സിലായല്ലോ? ഓക്കെ. അപ്പം അങ്ങനെ അതുകൊണ്ടാണ് ഭഗവാനാണ് മൂലകാരണം എന്ന് പറയുന്നത്. ഹരേ കൃഷ്ണ. ഇനി ഷെയർ സ്ക്രീൻ എടുത്ത് കളഞ്ഞു, അല്ലെങ്കിൽ എനിക്ക് എല്ലാരെയും കാണാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ ഇത്രയും മനസ്സിലായി. വിജയദശമി ദിനത്തില് ഇത്രയും നമുക്ക് മനസ്സിലായി. ഭഗവാനുമായിട്ട് സരസ്വതി ദേവി അങ്ങനെ കണക്റ്റഡ്, സരസ്വതിയും ബ്രഹ്മാവുമായിട്ടുള്ളത് എങ്ങനെ കണക്റ്റഡ് എന്ന് പറഞ്ഞു.
ഇനി യോഗമായയിലെ പ്രധാനപ്പെട്ട 3 ഭാവങ്ങളാണ് മിക്ക ദേവീക്ഷേത്രങ്ങളിലും കാണുന്നത്. രാഹുല് തിരുമാന്താംകുന്ന് പോയിട്ടുണ്ടോ? ഇല്ല. അടുത്തല്ലേ കിടക്കുന്നു, മലപ്പുറത്തല്ലേ തിരുമാന്താംകുന്ന്, അല്ലേ? മലപ്പുറം അല്ലേ തിരുമാന്താംകുന്ന്? അത് കാടാമ്പുഴയാ. തിരുമാന്താംകുന്ന് എവിടെയാ? തിരുമാന്താംകുന്ന് ആ ഭാഗത്താണെന്ന് തോന്നുന്നു. എനിക്കറിയില്ല. ആഹാ, എല്ലാം തോന്നുന്നു തിരുമാന്താംകുന്ന് ആ പോയിട്ടുണ്ട്. പോയിട്ടുണ്ട്. ചോദിച്ചപ്പോഴാ മനസ്സിലായത്, പോയിട്ടുണ്ട്. തിരുമാന്താംകുന്ന് ഏത് ഡിസ്ട്രിക്റ്റാ? ഞാൻ മലപ്പുറം ജില്ലയിൽ തന്നെയാ താമസിക്കുന്നത്. ആ, ഓക്കെ, വെരി ഗുഡ്. അവിയാൻ, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സുഖമായോ എല്ലാം? ക്ഷീണമൊക്കെ മാറിയോ? ഓക്കെ, വെരി ഗുഡ്. ഇനി പൂച്ച കളിപ്പിക്കൂ. റാറ്റിനെ കളിപ്പിക്കൂ. റാറ്റിലെ ക്യാറ്റിനെ കളിപ്പിക്കൂ. പൂച്ചയല്ലേ കളിപ്പിച്ചത്? പൂച്ചയല്ലേ കടിച്ചത്? കടിച്ചല്ല, മാന്തി അല്ലേ? പൂച്ചയല്ലേ? ആ, പൂച്ചി എന്ന് പറയില്ലേ അടുത്ത് വടക്കോട്ട്? ഇനി കളിപ്പിക്കൂ. ഇനിയില്ല, ഇനി വേണ്ട അല്ലേ? ഇനി വേണ്ട നമുക്ക്. ഓക്കെ, അപ്പം തിരുമാന്താംകുന്ന് ദേവീക്ഷേത്രം, കാടാമ്പുഴ ഭഗവതി ക്ഷേത്രം, ചോറ്റാനിക്കര ക്ഷേത്രം, ഇതെല്ലാം ഇവിടെ എല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. മൂകാംബിക ക്ഷേത്രം, മൂകാംബിക ക്ഷേത്രവും ചോറ്റാനിക്കര ക്ഷേത്രവുമായിട്ട് വളരെ കണക്റ്റഡ് ആണ്. കേട്ടിട്ടുണ്ടോ? തോന്നുന്നു ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ തുറന്നിട്ടാണ് മൂകാംബിക ക്ഷേത്രത്തിൽ വൈസ് വേഴ്സ, എനിക്ക് ഓർമ്മ വരുന്നില്ല. പക്ഷെ എന്തായാലും ആ ടൈമിംഗ് കണക്റ്റഡ് ആണ്. ഒരിടത്ത് തുറന്നതിന് ശേഷം മാത്രമേ മറ്റൊരിടത്ത് തുറക്കത്തുള്ളൂ. ചോറ്റാനിക്കര അമ്മയെ പ്രതിഷ്ഠിക്കുന്നത് ശങ്കരാചാര്യരാണ്. ഓക്കെ, അപ്പൊ ഇന്ന് ഈ വിജയദശമി ദിനത്തിൽ പിന്നെ പറഞ്ഞു വന്നത്, ഒരു അസുരനെ, ഏത് അസുരനെയാണ് സരസ്വതി ദേവി ദുർഗാ ദേവി കൊന്നത്? മഹിഷാസുരനെ. ഓക്കെ, ഒരസുരനെ കൊന്നപ്പം ഇത്രയേറെ നമ്മൾ 9 ദിവസം സരസ്വതി ദേവിയെ, ലക്ഷ്മി ദേവിയെ നമ്മൾ പ്രാർത്ഥിക്കുന്ന വ്രതം അനുഷ്ഠിച്ചിട്ടല്ലേ? ശരിയല്ലേ? ഒരസുരനെ കൊന്നത് 9 ദിവസം. അപ്പൊ നമ്മൾ 365 ദിവസവും നമ്മൾ പ്രാർത്ഥിക്കണം. എന്തുകൊണ്ടാ? കൃഷ്ണൻ എത്ര അസുരന്മാരെയാണ് കൊന്നത്? ആലോചിച്ച് നോക്കണം. ഞാനതാ ആലോചിച്ചത്. ഒരസുരനെ കൊന്നതിന് ഇത്ര നമ്മൾ 9 ദിവസം നമ്മൾ ഭയങ്കരമായിട്ട് നമ്മൾ സരസ്വതി ദേവിയെ പ്രാർത്ഥിക്കുകയാണ്, ദുർഗാദേവിയെ പ്രാർത്ഥിക്കുകയാണ് ആ വിജയത്തിന് വേണ്ടിയിട്ട്. അപ്പം കൃഷ്ണൻ എത്ര അസുരന്മാരെയാണ് കൊന്നത്? ശരിയല്ലേ? വൃതാസുരൻ, ബാണാസുരൻ, ബകാസുരൻ, ഇല്ലേ? ശരിയല്ലേ? ശകടാസുരൻ. എന്താ ശകടാസുരൻ? എന്താ ശകടാസുരൻ? എന്താ ശകടാസുരൻ? കുളു അറിയാം. ശകടം, ശകടം, ശകടം തന്നെ. ഇങ്ങനെ ഓരോ രൂപങ്ങൾ എടുക്കുവാൻ. അതെ, ഓരോ രൂപത്തില്. അതെ, പക്ഷെ ശകടാസുരൻ എന്ന് പറയുമ്പോ ഏത് രൂപമാണ് എടുത്തത്? ശകടാസുരൻ നമ്മുടെ കാളവണ്ടിയുടെ, ബുള്ളക്കാർട്ട് കാളവണ്ടിയുടെ വലിയ ചക്രമുണ്ട്, ആ ചക്രത്തിന്റെ രൂപം എടുത്തു വന്നു. ഉരുണ്ട് 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 വന്ന് എങ്ങനെ വന്നു? ഭഗവാന്റെ ദേഹത്തോട്ടും അറിയാൻ വന്നു. ഭഗവാൻ എന്ത് ചെയ്തു? ദേഹത്ത് തട്ടിയതും ഈ ചക്രം പൊട്ടിത്തെറിച്ച് പോയി. നമ്മൾ ഈ ദീപാവലിക്കൊക്കെ എന്ത് ചെയ്യും? അമിട്ട് ഇല്ലേ, ആകാശത്തേക്ക് വിടത്തില്ലേ കത്തിച്ചിട്ട്? എന്നിട്ട് അവിടെ ചെന്നിട്ട് പൊട്ടിച്ചു തരത്തില്ലേ? എന്താ അതിന് പേര് പറയുന്നത്? ഒക്കെ മറന്നുപോയി. എന്താ പേര് പറയുന്നത്? ഫയർ വർക്സ് ഉണ്ട്, പക്ഷെ നമ്മുടെ ആ ഒരു ഷോർട്ട് ഫോം ഉണ്ടല്ലോ ആ ഒരു എണ്ണത്തിന്, എന്താ പറയുന്നത് ആ പടക്കത്തിന്? ചാരുത എന്തോ പറയുന്നു. ചാരുത മേക്കും മ്യൂട്ടാ. കമ്പമാണോ? ആ കമ്പം, നമ്മൾ അതിന് ഒരു പേര് പറയും. അപ്പൊ അച്ഛനടുത്ത് ചോദിച്ചു നോക്കും, ഒരു പടക്കം വാങ്ങിച്ചു അങ്ങനെ പറഞ്ഞിട്ട് ആ പടക്കം വാങ്ങിക്കുന്നത് പടക്കം എന്നൊക്കെ പറയും. ഓക്കെ,
എന്താ പൂക്കുലയോ അങ്ങനെ കണ്ടാ പറയണം. പൂക്കുല, പൂക്കുറ്റി പൂക്കുറ്റി. യെസ്, പൂക്കുറ്റി. നമ്മൾ അടിച്ചിട്ട് വിട്ട് മേലോട്ട് പോയിട്ട് ഇങ്ങനെ പൊട്ടിച്ചെതറി വരും. അതുപോലെയാണ്. അതുപോലെയാണ് ഈ പൊട്ടിക്കുന്നത് ഞാൻ കണ്ടതാ. അതുപോലെ ഈ ചക്രം ഭഗവാനെ തൊട്ടതും ഫുള്ള് പോയി, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ എത്ര അസുരന്മാരെ ഭഗവാൻ കൊന്നു. അപ്പൊ 365 ദിവസവും നമ്മൾ വ്രതം എടുക്കണം. ശരിയല്ലേ? കംപ്ലീറ്റ് വെജിറ്റേറിയൻ ആയി കഴിഞ്ഞാൽ 365 ദിവസം വ്രതമായി. ശരിയല്ലേ? ഇത്രയേ ഉള്ളു കാര്യം. അറിയത്തില്ല. 365 ഡേയ്സ് നമ്മൾ വെജിറ്റേറിയൻ ആയി കഴിഞ്ഞാൽ നമ്മൾ വ്രതമായി. അതാണ് വ്രതം, അല്ലാതെ വേറൊന്നുമില്ല. ഈ 9 ദിവസം വ്രതം എടുക്കുന്നവരെന്ത് ചെയ്യും? നോൺ വെജ് കഴിക്കത്തില്ല. അതുപോലെ 360 ദിവസം നോൺ വെജ് കഴിക്കാതിരിക്കുമ്പോൾ വ്രതമായി. ഓക്കെ, ശരി. അപ്പം നമ്മൾ പറഞ്ഞു വന്നു, ഈ പുണ്യമായ ദശമി ദിവസത്തില് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹത്താല്, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ സരസ്വതിയുടെ അനുഗ്രഹവും പൂർണ്ണമാവത്തുള്ളൂ. ഭഗവാന്റെ അനുഗ്രഹത്താല്, ഗുരുവിന്റെ അനുഗ്രഹത്താല് സരസ്വതി ദേവിയുടെ എല്ലാ കൃപാകടാക്ഷങ്ങളും അനുഗ്രഹവും ഉണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. വീണ്ടും 3 പ്രാവശ്യം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഇനി അടുത്തത് ഭഗവത്ഗീതയിലെ 15-ാമത്തെ അധ്യായത്തില് 15-ാമത്തെ ശ്ലോകം നമുക്കിന്ന് ചൊല്ലണം. അപ്പൊ നമ്മള് ഇന്ന് എല്ലാവർക്കും അറിയാവുന്ന ശ്ലോകമാണ്. അതെ, പഠിച്ചു. ഇന്ന് നമ്മള് വിജയദശമി ആയതുകൊണ്ട്, അതെ, പക്ഷെ ഇന്ന് നമ്മള് വിജയദശമി ആയതുകൊണ്ട് 15.15 നമുക്ക് ചൊല്ലാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പോവാം കേട്ടോ. 15.15. ഓക്കെ. സർവസ്യ ചാഹം ആരുടെ കയ്യിലുണ്ട്? എല്ലാരും ഭഗവത്ഗീത അതെ, എല്ലാവരും ഭഗവത്ഗീത എടുത്ത് എല്ലാവർക്കും ബൈഹാർട്ട് അറിയാം. എങ്കിലും നമ്മൾ വിജയദശമി ദിനത്തിൽ നമ്മൾ ബുക്ക് എടുത്ത് വായിക്കണം. അപ്പം എല്ലാം എല്ലാവരും എടുത്ത് വെക്കുമ്പോഴത്തേന് നമുക്ക് ഷെയർ ചെയ്തോ. നമ്മൾ എഴുതുമ്പം ഹരി ശ്രീ ഗണപതിയെ നമഃ എന്ന് എഴുതുന്നത്. എന്താണ് ഹരി ശ്രീ ഗണപതിയെ നമഃ? അർത്ഥം പറ. എന്താണ് ഹരി ശ്രീ ഗണപതിയെ നമഃ? എല്ലാവരും, നാട്ടിലുള്ള എല്ലാവരും എഴുതാറുണ്ട്. ഹരി ശ്രീ ഗണപതിയെ നമഃ. ഹരി ആരാ? കൃഷ്ണൻ. ഹരി കൃഷ്ണൻ. ഓക്കെ. പിന്നെന്താ ശ്രീ ആരാ? ശ്രീ ഹരിയെ നമിക്കുന്നു. ഐശ്വര്യം ലക്ഷ്മി ദേവി. ലക്ഷ്മി ദേവി. ഹരി ശ്രീ. അപ്പം ഹരിയെ നമിക്കുന്നു, ശ്രീ ലക്ഷ്മി ദേവിയെ നമിക്കുന്നു. ഈ പിന്നെന്താ ഗണപതി. നമ്മൾ നേരത്തെ വിനായക ചതുർത്ഥിയിടന്ന് നമ്മൾ പറഞ്ഞു ഗണപതി വിഘ്നേശ്വരനാണ്, നരസിംഹ ഭഗവാന്റെ ശിഷ്യനാണ്, സാക്ഷാൽ ഭഗവാൻ തന്നെയാണ്. അവൻ സിദ്ധി ഗണപതി, ബുദ്ധി ഗണപതിയാണ്. അവ എല്ലാ വിഘ്നങ്ങളും ആത്മീയമായ മുന്നേറ്റത്തിലുള്ള എല്ലാ തടസ്സങ്ങളും നീക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗണപതിയെ നമിക്കുന്നു. നമ്മളെ ഗുരുസ്ഥാനീയനാണ് ഗണപതി. ഗുരുവിന്റെ സ്ഥാനത്താണ് നമ്മൾ ഗണപതിയെ നിർത്തേണ്ടത്. ഓക്കെ. ഗണപതിയെ നമഃ നമിക്കുന്നു. ശ്രീ ഐശ്വര്യമായതുകൊണ്ട് പണ്ട് അച്ഛനടുത്തൊക്കെ ചോദിച്ചറിയാം, പണ്ടുള്ളവരുണ്ടല്ലോ മുത്തശ്ശിമാരുടെ ഒപ്പെല്ലാം ഒരേ ഒപ്പാണ്. എന്താ അറിയാമോ? ഒപ്പിടാൻ പറഞ്ഞ ഒരു ഒപ്പ ഇടുന്നത്. എന്തൊപ്പ ഇടുന്ന അറിയാമോ? ശ്രീ. എല്ലാവരും ശ്രീ തന്നെ എഴുതുന്നത്, വേറൊന്നും എഴുതത്തില്ല. ശ്രീ. മലയാളത്തിൽ ശ്രീ എന്നങ്ങ് എഴുതും. ഇതാണ് അവരുടെ ഒപ്പ്. മനസ്സിലായോ?
ആ അപ്പം അത്രയും വിശ്വാസം അവർക്കുണ്ടായിരുന്നു. വേറെ ഒന്നും വേണ്ട, എന്റെ പേരും വേണ്ട, ഒന്നും വേണ്ട, ഇതാണ് എൻ്റെ ഒപ്പ്, ശ്രീ. ഏത് കാര്യത്തിനും ശ്രീ, നല്ല കാര്യത്തിനും മംഗളകരമായി നടക്കുന്നതിനെല്ലാം ശ്രീ എന്ന് പറയും. ഓക്കെ, ഹരി ശ്രീ ഗണപതി നമഃ. നമ്മള് ഭഗവാൻ വിഷ്ണുവിനെ സ്മരിക്കുന്നു, കൃഷ്ണനെ സ്മരിക്കുന്നു, നമിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പിന്നെ നമ്മള് ആരെ പ്രാർത്ഥിച്ചു? ലക്ഷ്മി ദേവിയെ, സരസ്വതി ദേവിയെ പ്രാർത്ഥിച്ചു. കാര്യം ഐശ്വര്യം. പിന്നെന്താ? ഗണപതി. എല്ലാ വിഘ്നങ്ങളും മാറ്റി നമുക്ക് വിദ്യാഭ്യാസത്തിൽ ഉന്നതി നേടണം. ഗുരുസ്ഥാനത്ത് നിന്ന് ഗണപതിയെയും നമിച്ചു. ഇതുകൊണ്ടാണ് ഹരിശ്രീ ഗണപതിയെ നമഃ എന്ന് പറഞ്ഞു. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, അപ്പം അത്രയും ചെയ്തു, നമ്മൾ ഇത്രയും പഠിച്ചു. സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ മത്തസ്മൃതിർജ്ഞാനം അപോഹനം ച വേദൈശ്ച സർവേർ അഹമേവ വേദ്യോ വേദാന്തകൃത് വേദവിദേവ ചാഹം സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ മത്തസ്മൃതിർജ്ഞാനം അപോഹനം ച വേദൈശ്ച സർവേർ അഹമേവ വേദ്യോ വേദാന്തകൃത് വേദവിദേവ ചാഹം സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ മത്തസ്മൃതിജ്ഞാനം അപോഹനം ച വേദൈശ്ച സർവേർ അഹമേവ വേദ്യോ വേദാന്തകൃത് വേദവിദേവ ചാഹം. എന്താ അതിനർത്ഥം? എല്ലാവരുടെയും ഹൃദയത്തിൽ ഭഗവാൻ എല്ലാവരുടെയും ഹൃദയത്തിൽ പരമാത്മാവായി സ്ഥിതി ചെയ്യുന്നു. അതാണ് നേരത്തെ പറഞ്ഞത്, ഒരു ജീവിയെയും ഉപദ്രവിക്കരുത്. ദയ എന്നുള്ള വാക്ക് വേണമെന്നുണ്ടെങ്കിൽ, ദയ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു ജീവിയും ഉപദ്രവിക്കാതിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ദയ ഉണ്ടെന്ന് പറയാൻ പറ്റത്തുള്ളൂ. കാര്യം എല്ലാം ഭഗവാന്റെ സന്താനങ്ങളാണ്, ഭഗവാന്റെ സൃഷ്ടിയാണ്. ഞാൻ ഭഗവാന്റെ സൃഷ്ടി, രാഹുൽ ഭഗവാന്റെ സൃഷ്ടി. ഞാൻ ഭഗവാന്റെ സൃഷ്ടി, ആദ്യ ഭഗവാന്റെ സൃഷ്ടി. ആദ്യ ഭഗവാന്റെ സൃഷ്ടി അനബി ഭഗവാന്റെ സൃഷ്ടി. അനബി ഭഗവാന്റെ സൃഷ്ടി രാഹി ഭഗവാന്റെ സൃഷ്ടി. രാഹി ഭഗവാന്റെ സൃഷ്ടി ചാരുത ഭഗവാന്റെ സൃഷ്ടി. ചാരുത ഭഗവാന്റെ സൃഷ്ടി അവ്യാൻ ഭഗവാന്റെ സൃഷ്ടി. ഭഗ്യാൻ ഭഗവാന്റെ സൃഷ്ടി ഋഷികേശ് ഭഗവാന്റെ സൃഷ്ടി. ഋഷികേശ് ഭഗവാന്റെ സൃഷ്ടി ദേവദർശി ഭഗവാന്റെ സൃഷ്ടി. ദേവദർശി ഭഗവാന്റെ സൃഷ്ടി അപ്പം അഭിനവ് ഭഗവാന്റെ സൃഷ്ടി. ഇല്ലേ? അപ്പം എല്ലാവരും ഭഗവാന്റെ സൃഷ്ടികളാണ്. അപ്പം ഒരാളെയും, അതുപോലെ പശു ഭഗവാന്റെ സൃഷ്ടി, പൂച്ചയും ഭഗവാന്റെ സൃഷ്ടി. പൂച്ച ഭഗവാന്റെ സൃഷ്ടി, കാക്കിയും ഭഗവാന്റെ സൃഷ്ടിയാണ്. എല്ലാം ഭഗവാന്റെ സൃഷ്ടിയാണ്. അപ്പൊ എല്ലാവരുടെയും ഹൃദയത്തിൽ ഭഗവാൻ ഇരിപ്പുണ്ട്. അപ്പം എല്ലാവരുടെയും ഹൃദയത്തിൽ പരമാത്മാരൂപേണ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു. പിന്നെന്താ? വേദൈശ്ച സർവേർ. ഈ വേദങ്ങളിലെല്ലാം അറിയേണ്ടത്, വേദങ്ങളിലൂടെ അറിയേണ്ടത് ആരെയാണ്? വേദൈശ്ച സർവീർ അഹം ഏവ വേദ്യു. എന്നെ കുറിച്ചാണ് അറിയേണ്ടത്. ആരെ കുറിച്ചാ? ആരെ കുറിച്ചറിയണം? കൃഷ്ണനെ കുറിച്ചറിയണം. ഭഗവാനെ കുറിച്ചറിയണം. പിന്നെന്താ?
വേദാന്ത കൃത്, നീ വേദങ്ങളെ രചിച്ചതും വേദാന്ത കൃത് രചിക്കുക, ഈ വേദങ്ങൾ ഉണ്ടാക്കിയതും ഞാൻ തന്നെയാ. വേദാന്ത കൃത് വേദ വിദേവ ചാഹം, ഈ വേദങ്ങളെല്ലാം സൃഷ്ടിച്ചു വച്ചിരിക്കുന്നതും ഒക്കെ ഞാൻ തന്നെയാണ്. അപ്പം ഓരോരുത്തരും ഈ ശ്ലോകം ചൊല്ലാമോ? ആര് ചൊല്ലും ആദ്യം? അപർണേഷ് ചൊല്ലിക്കോളൂ. ആരാ? അപർണേഷ് ഇല്ല ഇവിടെ? ഹരേ കൃഷ്ണ. ഓക്കെ ഓക്കെ, ചൊല്ലിക്കോളൂ. സർവസ്യ ചാഹം മത്തസ്മൃതിജ്ഞാനം മോഹനം ച വേദേശ സർവൈരഹമേവ വേദ്യോ വേദാന്തകൃത് വേദവിദേവ ചാഹം. വെരി ഹരേ ഗുഡ്. കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇനി അടുത്ത ആർക്കല്ല? ആര്യപാട് സർവസ്യ ചാഹം. ആദ്യ. ഓക്കെ, ആദ്യ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ മത്തസ്മൃതിർജ്ഞാനമപോഹനം ച വേദൈച സർവൈരഹേമവ വേദ്യോ വേദാന്തകൃത് വേദവിദേവ ചാഹം. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. അഭിനവ് പാട് സർവസ്യ ചാഹം. സർവസ്യ ചാഹം സന്യവിഷ്ടോ മത്തസ്മൃതിജ്ഞാനമപോഹനം ച വേദേശ്യ സർവൈരഹമേവ വേദ്യോ വേദാന്തകൃത് വേദവിദേവ ചാഹം. അനബി പാട് സർവസ്യ ചാഹം. സർവസ്യ ചാഹം ഹൃദി സന്യവിഷ്ടോ മത്തസ്മൃതിജ്ഞാനമപോഹനം ച വേദേശ്യ സർവൈരഹമേവ വേദ്യോ വേദാന്തകൃത് വേദവിദേവ ചാഹം. വെരി ഗുഡ്. അടുത്തത് ഋഷികേശ് പാടൂ. സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ മത്തസ്മൃതിർജ്ഞാനം അപോഹനം ച വേദിസവരിർ അഹമേവ വേദ്യോ വേദാന്തകൃത് വേദവിദേവ ചാം. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. ഇനി അടുത്തതാരാ? ദേവദാസ്. ദേവദാസ് ചൊല്ലിക്കോ. ദേവദർശ്. ദേവദാസ് ഇപ്പൊ കേക്കണ്ട് പാട്. ദേവദർശ് ഇല്ല ഇവിടെ? ദേവദാസ് പോയി. അശു. ഓക്കെ, ഞാൻ പറയട്ടെ. ആ. സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ മത്തസ്മൃതിജ്ഞാനമപോഹനം ച വേദൈശ്ച സർവൈരഹമേവ വേദ്യോ വേദാന്തകൃത് വേദവിദേവ ചാഹം. വെരി ഗുഡ്. ആ, രാഖിരാശി. ശാരദ. സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ മത്തസ്മൃതിജ്ഞാനമപോഹനം ച വേദേശ്യ സർവൈരഹമേവ വേദ്യോ വേദാന്തകൃത് വേദവിദേവ ചാഹം. വെരി ഗുഡ്. ശ്രീഹരി. ആ, സർവസ്യ ചാഹം. ശ്രീഹരി. ശ്രീഹരി കേൾക്കുന്നുണ്ടോ? ഹരേ കൃഷ്ണ. കേൾക്കുന്നുണ്ട്. എന്നാ ചൊല്ലാമോ? ആ. സർവസ്യ ചാഹം സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ ഹൃദി ഹൃദി സന്നിവിഷ്ടോ മത്തസ്മൃതിർ ജനനം അപോഹനം ജ്ഞാനം അപോഹനം ച ജ്ഞാനം അപോഹനം വേദൈശ്ച സർവൈർ വേദേശ്ച സർവേ അഹമേവ വേദ്യോ അഹമേവ വേദ്യോ വേദാന്തകൃത് ആ വേദ വിദേവ ചാഹം. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. അടുത്ത ചാരുത ചൊല്ലില്ലല്ലോ. ചാരുത. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ
മത്തസ്മൃതിജ്ഞാനമഹോപനം ച വേദൈച സർവരേഹമേവ വേദ്യോ വേദാന്തകൃദ്വേദവിദേഹ ചാഹം. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. അപ്പൊ നമ്മൾ ഇന്ന് എല്ലാവരും ഭഗവാനെ കുറിച്ച് അഭിയാൻ ചൊല്ലില്ല. അഭിയാൻ. ഹരേ കൃഷ്ണ. അവൻ കേൾക്കുന്നുണ്ടോ? ഞാൻ കേൾക്കുന്നുണ്ട്. ഓക്കെ, ചൊല്ലിക്കോളൂ. സർവസ്യ ചാഹം ഹൃദിസന്നിവിഷ്ടോ മത്ത സ്മൃതിജ്ഞാനം സ്മൃതിർജ്ഞാനം മെമ്മറി സ്മൃതിർജ്ഞാനം അപോഹനം ച വേദൈച്ച സർവീർ അഹം ഏവ വേദ്യോ അഹം ഏവ വേദ്യം അഹം ഏവ വേദ്യോ വേദാന്തകൃത് വേദ കേൾക്കുന്നില്ലല്ലോ. അഭിയാൻ. ഹരേ കൃഷ്ണ. അഭിയാൻ പോയോ? നെറ്റ് പോയോ? വേദവിധി ഇല്ലല്ലോ, ഉണ്ടല്ലോ. വേദവിദേവ ചാഹ്യം. അഭിയാൻ കേൾക്കുന്നുണ്ടോ? അപ്പം ഇപ്പൊ കേക്കാം. വേദാന്തകൃത് വേദ വിദേവ ചാഹം വിദേവ ചാഹം. വെരി ഗുഡ്, താങ്ക് യു. അപ്പൊ എല്ലാവരും ഇനി ഷെയർ ഫോൾഡർ ഓഫ് ചെയ്യാം. കാര്യം എല്ലാവരും എനിക്ക് കാണണം. ഓക്കെ. അപ്പൊ ഇന്ന് സരസ്വതി ദേവിയെയും ഭഗവാനെയൊക്കെ നമ്മൾ സ്മരിച്ചു. അപ്പൊ ഇന്ന് വേറൊരു മന്ത്രവും കൂടെ ഞാൻ പറയുകയാണ്. എല്ലാവർക്കും റിപ്പീറ്റ് ചെയ്യണം. കൃഷ്ണ 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 ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീദമേ രമാരമണ വിശ്വേശ്വ വിദ്യമാശു പ്രായച്ഛമേ. ഭഗവാനോട് പ്രാർത്ഥിക്കുന്നതാണ്. എനിക്ക് എത്രയും പെട്ടെന്ന് വിദ്യ തരണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിച്ചത്. ഓക്കെ. ഹരേ കൃഷ്ണ. ഇനി ആർക്ക് പാടാം? സരസ്വതിയെ കുറിച്ച്, ദേവിയെ കുറിച്ച് ഒരു പാട്ട് ആർക്ക് പാടാൻ പറ്റും? എനിക്കും സർ. എന്നാ പാടിക്കോ. सरस्वती नमस्तुभ्यं वर्ते कामरूपिणी विद्यारंभं करिष्यामि सिद्धिर्भवतु सदा. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. ഇനി ആർക്ക് പാടാൻ പറ്റും സരസ്വതി ദേവിയെ കുറിച്ച്? ആർക്ക് പാടാം? അനഫിയാണോ പാടുന്നത്? ശാരദയാ പാടുന്നേ? ശാരദയ്ക്ക് പാടാൻ പറ്റത്തില്ലേ? ആദ്യ പാടും. ഓക്കെ. ആട്ടെ, ഞാനല്ല പറഞ്ഞത്. അതെ, ഞാനല്ല പറഞ്ഞു. ശാരദ അല്ല, ആദ്യ പാടാൻ പോവാം. ഞാനല്ല പറഞ്ഞത്. ഓക്കെ, പാടും. ആദ്യ പാടും. മൈക്ക് ഓഫാ. പഠിക്കാൻ മറന്നുപോയി. പഠിക്കാൻ നമുക്ക് ഓർമ്മിക്കാം. നോ ഇഷ്യൂ. നമുക്ക് പാടാം അടുത്ത തവണ കേട്ടോ. ആദ്യം മൈക്ക് മ്യൂട്ടാണ്. മൈക്ക് മ്യൂട്ടാ. ഓക്കെ ഓക്കെ, പാടിക്കോളൂ. അവിടെ ചേച്ചി ഡിസ്റ്റർബ് ആണോ? ഹരേ കൃഷ്ണ. ഓക്കെ ഓക്കെ.
പ്രഭു ആ ഐഹിനാ പറഞ്ഞ ഫസ്റ്റ് 2 ലൈൻസ്. ആ ഓക്കെ. ഐഗിരി നന്ദിനി നന്ദിതമേദിനി വിശ്വവിനോദിനി നന്ദനുദേ ഗിരിവരവിന്ധ്യ ശിരോദിനി വാസിനി വിഷ്ണുവിലാസിനി ജിഷ്ണുനുദേ ഭഗവതി ഹേസിതി കണ്ഠ കുടുംബിനി ഭൂരി കുടുംബിനി ഭൂരി കൃതേ ജയ ജയ ഹേ महिषासुरमर्दिनि रम्यकपर्दिनि शैलसुते सुरवरवर्षिणि दुर्धरदर्शिनि दुर्मुखमर्षिणि हर्षरते त्रिभुवनपोषिणि शङ्कर तोषिणि किल्बिषमोषिणि घोषरते धनुज निरोषिणि धितिसुत रोषिणि दुर्मद शोषिणि सिन्धुसुते जय जय हे महिषासुरमर्दिनि रम्यकपर्दिनि शैलसुते ऐजगदम्ब मदम्ब कदम्ब वनप्रियवासिनि हासरते शिखरि शिरोमणि तुंग हिमालय शृंग निजालय मध्यगदे मधु मधुरे मधु कैतव जंगिनी कैतव जंगिनी रासरते जय जय हे महिषासुरमर्दिनि रम्यकपर्दिनि शैलसुते. हरे कृष्ण. ഹരേ കൃഷ്ണ. താങ്ക് യു, താങ്ക് യു. ഇനി ആർക്ക് പാടാൻ പറ്റും? പാടം വേണ്ട, അത്രയേ ഉള്ളൂ, ആദ്യം മാത്രം. അങ്ങനെയാണോ? ഋഷികേശ് പാടും കേട്ടോ. വേണ്ട വേണ്ട, ഞാൻ പാടില്ല. പാടൂ പ്ലീസ് ഋഷികേഷ്. ഋഷികേശ് പാടും. ശ്രീഹരി പാടും. ഈ അടുത്ത ആഴ്ച പാടും ശ്രീഹരി. ശ്രീഹരിയുടെ അമ്മ എടുത്ത് പറഞ്ഞാൽ മതി, പാടണേന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഇല്ലേ? ഹരേ കൃഷ്ണ. ഇനി വേറൊരു കാര്യം, നമ്മൾ അടുത്തൊരു കഥയും കൂടെ പറഞ്ഞിട്ട് നമ്മൾ എടുക്കാം. ഇനി ഞാൻ പറഞ്ഞു നാരദ മഹാത്മ്യം, നാരദ മഹർഷിയുടെ കഥയും കൂടെ പറയാന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നാരദ മഹർഷിക്ക് എത്ര കോടി ഞാൻ കുളു പറഞ്ഞല്ലേ, എത്ര രാഗങ്ങൾ അറിയാം നാരദ മഹർഷിക്ക്? എത്ര രാഗങ്ങള്? പാട്ടിൽ എത്ര രാഗങ്ങളുണ്ട് എനിക്കറിയത്തില്ല. 6 കോടി. സപ്തസ്വരങ്ങളെയാണോ രാഗങ്ങൾ എന്ന് പറയുന്നത്? എനിക്കറിയില്ല കേട്ടോ. ആരാ പാട്ട് പഠിക്കുന്നത്? ഞാൻ പാട്ട് പഠിക്കാറുണ്ട്, പക്ഷെ എനിക്ക് സപ്തസ്വരാണ്. ടീച്ചറിന്റെ അടുത്ത് ചോദിക്കണം, ഇനി പോയിട്ട് ചോദിക്കണം പാട്ട് പഠിക്കുമ്പം, ടീച്ചറെ എത്ര രാഗങ്ങളുണ്ട്? സംശയമുണ്ട്. സാധാ പാട്ടല്ല, ഇങ്ങനെയാണ്. അതെ, അപ്പൊ ആ ടീച്ചറിന്റെ അടുത്ത് ചോദിക്കണം, ടീച്ചറെ എത്ര രാഗങ്ങളുണ്ടെന്ന് ചോദിക്കണം കേട്ടോ. മാഷിന്റെ അടുത്ത് ചോദിക്കണം എത്ര രാഗങ്ങളുണ്ടെന്ന് ചോദിക്കണേ. നാരദ മഹർഷി എത്ര രാഗങ്ങൾ പഠിച്ചു? നാരദ മഹർഷി എത്ര രാഗങ്ങളാ പഠിച്ചേ? 56 കോടി രാഗങ്ങൾ പഠിച്ചു. നമ്മൾ കേൾക്കുന്ന മേഘമല്ലാരം, നമ്മൾ കേൾക്കുന്ന ഹിന്ദോളം, ഇതൊക്കെ നാരദ മഹർഷി പഠിച്ചതാണ്. പിന്നെ നാരദ മഹർഷി എന്നാണ് പിന്നെ മൊത്തം പാട്ടുകളും വരുന്നത്. നാരദ മഹർഷി ആരാ പഠിപ്പിച്ചേ? സരസ്വതി ദേവി പഠിപ്പിച്ചു. അതെങ്ങനാ സരസ്വതി ദേവിയെ പഠിപ്പിച്ചത്? അതിനെന്താ കാരണം? 56 കോടി, 56 crore. സരസ്വതി ദേവി ആണ്. പറഞ്ഞോ, 56 crore എങ്ങനെ വന്നു? സരസ്വതി ദേവി എന്താണ്, രാഗദേവതകള് എന്താണ്, നാരദദേവര് എന്താണ് കറക്റ്റ് പാട്ട് പാടാത്തോണ്ട് എന്താണ് രാഗദേവത
മുറിവേറ്റോണ്ട് അത് നേരെ സരസ്വതി ദേവിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കും. ആ അപ്പൊ ഓക്കെ. സരസ്വതി ദേവി പഠിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പം നാരദ മഹർഷി ഇങ്ങനെ നാരായണ നാരായണ എന്നൊക്കെ ചൊല്ലിക്കൊണ്ട് പോയി പാട്ടൊക്കെ പാടുമ്പം ഒരിടത്ത് ചെന്നു. എവിടെ ചെന്നു? ദേവലോകത്തെത്തി. ദേവലോകത്തെത്തിയപ്പം കുറേ അപ്സരസ്സുകള്, ദേവതമാര്. വളരെ നല്ല സൗന്ദര്യമുണ്ട്. പക്ഷേ സൗന്ദര്യമൊക്കെ ഉണ്ടെങ്കിലും എല്ലാവരും ഹാൻഡിക്യാപ്ഡ് ആണ്. ചിലർക്ക് കാലില്ല, ചിലർക്ക് കൈയില്ല, ചിലർക്ക് ഒടിഞ്ഞു പോയിട്ടുണ്ട്. അപ്പം നാരദ മഹർഷിക്ക് വളരെ സങ്കടം വന്നു. നാരദ മഹർഷി ചോദിക്കും, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ വന്നേക്കുന്നതെന്ന് ചോദിക്കുമ്പം അവര് പറയും, ബ്രഹ്മാവിന്റെ ഒരു മകനുണ്ട്. അപ്പം ഈ നാരദ മഹർഷി ആണെന്ന് അറിയത്തില്ല അവർക്ക്. ബ്രഹ്മാവിന്റെ ഒരു മകനുണ്ട്, സ്വരം സ്ഥാനമൊന്നും ഇല്ലാതെ ഇങ്ങനെ പാടിക്കൊണ്ട് കിടക്കുന്നു. അങ്ങനെ ഓരോ പാട്ടിനും ഞങ്ങൾ ഇങ്ങനെ ഹാൻഡിക്യാപ്ഡ് ആയിക്കൊണ്ടിരിക്കുക എന്ന് പറയും. അപ്പൊ നാരദ മഹർഷിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരും. എന്നിട്ട് പറയും, നിങ്ങൾ പറഞ്ഞ ബ്രഹ്മാവിന്റെ മകനാ ഞാൻ പാടുന്നത് ശരിയായത് കൊണ്ടല്ല അങ്ങനെ വന്നേക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ സ്വരമൊക്കെ പഠിക്കുന്നതെന്ന് ചോദിച്ചപ്പം നാരദ മഹർഷിയുടെ സരസ്വതി ദേവി പറഞ്ഞു, ഈ ദേവതമാര് പറഞ്ഞു സരസ്വതി ദേവിയെ ധ്യാനിക്കാൻ പറഞ്ഞു. അങ്ങനെ സരസ്വതി ദേവിയെ ധ്യാനിച്ച് സരസ്വതി ദേവി പ്രത്യക്ഷപ്പെട്ട് സരസ്വതി ദേവി 56 കോടി രാഗങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. മനസ്സിലായോ? അങ്ങനെ സരസ്വതി ദേവിയെ നാരദ മഹർഷി പ്രാർത്ഥിക്കുന്ന ഒരു മന്ത്രമുണ്ട്. ഞാനത് നോക്കുക അവിടെ ഇരിക്കുന്നുള്ളൂ. കിട്ടുവാണെങ്കിൽ നമുക്ക് ചൊല്ലാം. ഓക്കെ, കിട്ടി. അതാണ് ഭാഗ്യം. അപ്പൊ എങ്ങനെയാ ചൊല്ലുന്നത് അറിയാമോ? എങ്ങനെയാ ചൊല്ലിയത്? സരസ്വതി ദേവി സ്തുതിച്ചതാ നാരദ മഹർഷി. വന്ദേ സദാഹം കളഹം സൗദ്ഗദേ ചരൽപടേ ചഞ്ചല ചഞ്ചു സംഭുടേ നിർദൗതമുക്താഫലഹാര സംശയാ സംധാരയന്തീം സുഭഗാം സരസ്വതീം വരാഭയം പുസ്തകവല്ലകീയുതം പരം ദധാനാം വിമലേ കരദ്വയേ നമാമ്യഹം ത്വാം ശുഭദാം സരസ്വതീം തരംഗിതൗഷോമസിതാംഗിതേ പരേ ദേവീ സ്വരജ്ഞാനം അതീവ മംഗളേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ വിജയദശമി ദിനത്തില് നാരദ മഹർഷിയുടെ ഫോട്ടോയും നമ്മൾ നാരദ മഹർഷിയും വണങ്ങണം. നാരദ മഹർഷിക്കാണ് സരസ്വതി ദേവി ആദ്യമായിട്ട് 56 കോടി രാഗങ്ങൾ. അത് കഴിഞ്ഞിട്ട് സരസ്വതി ദേവി പിന്നെ പോകുന്നത് രാധാറാണിയുടെ അടുത്തേക്കാണ് പോകുന്നത്. മനസ്സിലായോ? എല്ലാം പറഞ്ഞു കൊടുത്തിട്ട് രാധാറാണിയുടെ അടുത്തേക്കാണ് സരസ്വതി ദേവി തിരിച്ചു പോകുന്നത്. ഇതൊക്കെയാണ് ശാസ്ത്രം ഇന്ന് വിജയദശമി ദിനത്തില്. എല്ലാവർക്കും സന്തോഷമായോ കഥകളൊക്കെ കേട്ടിട്ട്? ഇനി എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുമോ ഇതെല്ലാം? ഈ ശ്ലോകം എല്ലാ ദിവസവും ചൊല്ലുന്നവർക്ക് നല്ലതുപോലെ സംഗീതം പഠിക്കാൻ പറ്റും, വിദ്യ നേടും. ഈ സരസ്വതി സ്തുതി ഒക്കെ നാരദ മഹർഷിക്ക് പറഞ്ഞു കൊടുത്തത്. ഓക്കെ, എന്തോ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാറിയാ? നമ്മളിന്നും ജപിച്ചില്ല. ജപിക്കണ്ടേ? ഇന്ന് വിജയദശമി നമുക്ക് ബ്രീത്ത് കൗണ്ട് വേണ്ടേ? അപ്പൊ നമുക്ക് 10 പ്രാവശ്യം ബ്രീത്ത് കൗണ്ട് എടുക്കാം. ഓക്കെ, ആദ്യ പ്രഭു നേരത്തെ ഒരു കൃഷ്ണന്റെ ശ്ലോകം പറഞ്ഞല്ലായിരുന്നു, നിങ്ങളൊന്ന് പറഞ്ഞൊരു. ഓക്കെ, ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീദമേ രമാരമണ വിശേഷ വിദ്യമാശു പ്രായച്ഛമേ. എഴുതിയോ? അത് എഴുതിയോ? സർവജ്ഞത്വം പ്രസീദമേ, അത് രമാരമണ വിശ്വേശ വിദ്യമാശു വിദ്യം
ഒരു മിനിറ്റ്. പ്രായച്ഛമേ. സാർ അതൊന്നും കൂടി പറയോ? പറയാം. ആദ്യം തൊട്ട്. പറയാം. കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം. എഴുതിയോ? സർവജ്ഞത്വം പ്രസീദമേ രമാരമണ വിശ്വേശ്വ വിദ്യമാശു പ്രായച്ഛമേ. ഓക്കെ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. അത് ചൊല്ലുമ്പം ഇങ്ങനെ ചൊല്ലിയാണ് നിർത്തേണ്ടത്. ഓക്കെ. കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീദമേ രമാരമണ വിശ്വേശ വിദ്യമാശു പ്രായച്ഛമേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഓക്കെ. അവം ഇനി ബ്രീത്ത് കൗണ്ട് ചെയ്യാം. അനഫി ചേട്ടൻ അവിടെ പോയി? ഇന്ന് കിസ് വേണ ബ്രീത്ത് കൗണ്ട് എടുക്കാം. എന്തായാലും ബ്രീത്ത് കൗണ്ട് എടുക്കട്ടെ. അപ്പൊ ഇന്ന് 10 ബ്രീത്ത് കൗണ്ട്. ഓക്കെ. ഹരേ കൃഷ്ണ. 1 2 3 4 ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഹരേ. നമ്മള് ഇന്നത്തെ വിജയദശമി കിസ് ചെയ്യുന്നുണ്ടോ? ശരി. ഓക്കെ. വിജയദശമി അല്ല വിജയദശമി ക്യൂസ് ടൈപ്പ് ചെയ്യും. വിജയദശമി ക്യൂസ് ടൈപ്പ് കിസ് ഒന്നും കൂടെ ചേർക്കാൻ. മോളിൽ പോയിട്ട് spelling is like QQ. sorry ക്യൂസ് ഇല്ലാന്ന് തോന്നുന്ന ടൈപ്പ്. അപ്പൊ കൃഷ്ണ ക്യൂസ് നമുക്ക് ചെയ്യാം. ഓക്കെ. നവരാത്രിയുടെ ക്വിസ് കാണുമല്ലോ. നവരാത്രി കോഡ് വേണ്ടേ? ഇത് ചെയ്യണ്ട കേട്ടോ. ഇത് പേയ്മെന്റ് കൊടുത്തിട്ടുള്ള അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന മാത്രമായിട്ടുള്ള അപ്ഗ്രേഡഡ് വെർഷൻ. അപ്പൊ അതിന് പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ഇതിന്റെ സബ്സ്ക്രിപ്ഷൻ ഇതാണ്. അത് ചെയ്യാൻ പറ്റൂല. അപ്പൊ ഇത് ചെയ്യാൻ പറ്റില്ല. ഹോംവർക്ക് പ്രഭു ഞാൻ പറ്റില്ല. അത് സൂപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്തോ. ആദ്യം ചെയ്തോ. ഓക്കെ. ആദ്യം ഇയർപോഡ് ആണോ? എന്നാ ഓക്കെ. പ്രീത മാതാജി ഹരേ കൃഷ്ണ വന്നോ? പ്രീത മാതാജിയെ കണ്ടില്ലായിരുന്നു. ഹരേ കൃഷ്ണ.
അപർണേഷ് തന്നെയാണോ? വേറെ സോഫ്റ്റ്വെയർ ഹരേ കൃഷ്ണ പ്രഭു, ഞാൻ കിച്ചണിലാണ്, അതുകൊണ്ടാണ് ഞാൻ വരാത്തത്. ഹരേ ആ, കൃഷ്ണ. ഓക്കെ ഓക്കെ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ആ. ഐശ്വര്യ, എന്താ ഇന്ന് കിച്ചണിൽ സ്പെഷ്യല്? ഇല്ല പ്രഭു, ഒന്നുമില്ല, ഒന്ന് പുറത്തു പോകണം, അപ്പൊ അതുകൊണ്ട് നേരത്തെ എല്ലാം കഴിഞ്ഞിട്ട് പോകാന്ന് വെച്ചാ. അത്രേ ഉള്ളൂ. ഓക്കെ, ഹരേ കൃഷ്ണ. ആദ്യം കിട്ടിയോ? എന്നൊക്കെ ലിങ്ക് അയച്ചോളൂ. ഷെയർ സ്ക്രീൻ ചെയ്യണേ. ശാരദ പോയോ? ഓക്കെ ഓക്കെ, വന്നു. ഫോൺ 07495. സ്റ്റാർട്ട്. ദേവദർശി വന്നു, രാഹുൽ രാശി, ആദ്യ. ഇനി ആരാ വരാനുള്ളത്? ഞാൻ കയറുണ്ട്. കേറിക്കോളൂ. യെസ്. എഡ്ജ് ക്രാഷ് മൊത്തത്തിൽ പോയി. എന്ത് പറ്റി? കയറി. ഒരു മിനിറ്റ് തുടങ്ങല്ലേ. 7 people ജോയിൻ ചെയ്തു. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യുമ്പോ എല്ലാരും കേറിയിട്ടുണ്ട്. ഓക്കെ, ശ്രീഹരി കേറിയിട്ടില്ല. ശ്രീഹരിക്ക് ചിലപ്പം ഇതാവാൻ സാധ്യത. അവൻ കേറുന്നു തോന്നുന്നു. പ്രഭു 2 പേരും കൂടെ ജോയിൻ ചെയ്യാനുണ്ട്. രണ്ടുപേരൊന്ന് പ്രീതമാതാജിയും പിന്നെ ശ്രീഹരി. പ്രീതമാതാജി കിച്ചണിലാണ്. അഭിയാൻ ചെയ്യോ? അഭിയാനും കയറാറുണ്ട്. സ്റ്റാർട്ട് ചെയ്യട്ടെ പ്രഭു? സ്റ്റാർട്ട് ചെയ്തു. ഹരേ കൃഷ്ണ, ഇതിൽ റെഡ് പിങ്ക് എന്നൊക്കെ വരുന്ന എന്താ? റെഡ് വരുന്നത് റോങ് ആൻസർ എന്ന് പറയും. ഗ്രീൻ വരുന്നത് ട്രൂ ആൻസർ എന്ന് പറയും. ഓക്കെ ഓക്കെ. ശ്രീഹരിക്ക് ക്വസ്റ്റ്യൻ മനസ്സിലാവാത്തോണ്ടാ. ദസറ ഫെസ്റ്റിവൽ ഈസ് ദ സിംബൽ ഓഫ് ദസറ. ദസറ ഫെസ്റ്റിവൽ എന്താണ് സൂചിപ്പിക്കുന്നത്? ഓക്കെ, ഏത് അസുരനെയാ കൊല്ലുന്നത് സൂചിപ്പിക്കുന്നത് ദസറ?
ഹൂ ഈസ് ദ ഗോഡസ് ഓഫ് വിസ്ഡം? വിജയത്തിന്റെ ദേവത ആരാണ്? വിജയത്തിന്റെ ദേവത ആരാണ്? ലക്ഷ്മി ദേവിയാണോ, ദുർഗാദേവിയാണോ, സരസ്വതി ദേവിയാണോ? The goddess Saraswati is a symbol of സരസ്വതി ദേവിയുടെ സൂചിപ്പിക്കുന്നത് എന്താണ്? ധനമാണോ, വെൽത്ത് ആണോ, അറിവാണോ, നോളജ് ആണോ, സ്ട്രെങ്ത് ആണോ, ശക്തിയാണോ? Which color attracts the principle of Saraswati Devi? സരസ്വതി ദേവിയുടെ വസ്ത്രത്തിന്റെ കളർ എന്താണ്? സരസ്വതി ദേവിയുടെ വസ്ത്രത്തിന്റെ കളർ എന്താണ്? ഹൂ ഇസ് ദ ഗോഡസ് ഓഫ് വെൽത്ത്? ധനത്തിന്റെ ദേവത ആരാണ്? ധനത്തിന്റെ, വെൽത്തിന്റെ. ദുർഗയാണോ, സരസ്വതി ദേവിയാണോ, ലക്ഷ്മി ദേവിയാണോ ധനത്തിന്റെ ദേവത? നെയിം ദ ഫോക്ക് ഡാൻസ് ഇൻ ദ ഗിവൺ ക്ലിപ്പ്. ഈ കാണിക്കുന്ന ഫോക്ക് ഡാൻസിന്റെ പേരെന്താണ്? ഗുമാർ, ഗർഭ, ഭരതനാട്യം, ബംഗറ. ഒരു ക്ലൂ തരാം. എന്തേലും ഭരതനാട്യമല്ല, ഫോക്ക് ഡാൻസ് അല്ലേ? ഏതാണ്? വെറുതെ അടിച്ചതാ. ഹൂ ഈസ് ദിസ് ഗോഡസ്? ഈ പാർട്ടി കാണിക്കുന്ന ദേവത ആരാണ്? ലക്ഷ്മി ദേവിയാണോ, കാളിയാണോ, മോഹിനിയാണോ, സരസ്വതി ദേവിയാണോ? Which festival is celebrated in Bengal in the month of Ashwin? അശ്വിനി മാസത്തില് ബംഗാളില് സെലിബ്രേറ്റ് ചെയ്യുന്ന ഉത്സവത്തിന്റെ ഫെസ്റ്റിവലിന്റെ പേരെന്താണ്? ദുർഗാപൂജയാണോ, കൊലു ആണോ, ദന്തിയ ഗർഭയാണോ, ഡ്രസ്സപ്പ് പാർട്ടിയാണോ? ബംഗാളിലാണ്. ഏത് പൂജയാണ്? കൊലു ആണോ? കൊലു എന്തായാലും അല്ല. ഞാൻ ഒരു കുളു തരാം. തമിഴ്നാട്ടിലാണ് കൊലു, അല്ലെങ്കിൽ കേരളത്തിലും വരും കൊലു. പിന്നെ ഒരു കൊലുവും കൂടെ തന്നെ. ഡ്രസ്സപ്പ് പാർട്ടിയും അല്ല. പിന്നെ രണ്ടെണ്ണമാണ്. ദുർഗാപൂജയാണോ, ദന്തിയാണോ, ഗർഭയാണോ? സ്ക്രീൻ ഷെയർ. ദി 9th day of നവരാത്രി ഈസ് കാൾഡ്. 9 ദിവസം നവരാത്രി, 9 ദിവസം നമ്മൾ ചെയ്യുന്ന നവരാത്രി എന്താണ് വിളിക്കുന്നത്? അഷ്ടമി എന്നാണോ, ദസറ എന്നാണോ, ദീപാവലി എന്നാണോ, രാമനവമി എന്നാണോ? Which animal does this goddess Durga ride? ഏത് മൃഗത്തിന്റെ മേളിലാണ്, ഏത് അനിമലിന്റെ മുകളിലാണ് ദുർഗാദേവി സഞ്ചരിക്കുന്നത്? സിംഹത്തിന്റെ പുറത്താണോ, അതോ ടൈഗറിന്റെ പുറത്താണോ, അതോ സ്വാനിന്റെ പുറത്താണോ? ആ ക്വസ്റ്റ്യനിൽ ഇത്തിരി തെറ്റുണ്ടായിരുന്നു. ശ്രീഹരി പോയോ? ഇല്ല. Who is the demon in the story of the goddess Durga?
പറഞ്ഞതേ ഉള്ളൂ. നരകാസുരനാണോ, താകാസുരനാണോ, ഹിരണ്യകശിപുവാണോ, മഹിഷാസുരനാണോ? കൺഫ്യൂസ് ആവരുത്. നമ്മൾ 2 അസുരന്മാരെ പറഞ്ഞു, കൺഫ്യൂസ് ആവരുത്. ദുർഗാദേവി ഏത് അസുരനെയാണ് കൊന്നത്? സാർ എന്തിനാ സാർ തെറ്റിക്കണേ? ഞാൻ കറക്റ്റ് ആണല്ലോ എഴുതുന്നത്. സാർ ചുമ്മാ തെറ്റിക്കോളൂ. ഡേ ഓഫ് നവരാത്രി is called. സാർ അടുത്ത പ്രാവശ്യം ഞാൻ സാറിന്റെ കണ്ട് താഴെ ഡേ ഓഫ് നവരാത്രി is called 8th ഡേ നവരാത്രി. അതെനിക്ക് അറിയത്തില്ല. ദിവാളി, ദുർഗാഷ്ടമി, രാമനവമി, ദസറ. സാറിന് അറിയാം. ഇല്ല, സാറിന് അറിയാം. അറിയാമല്ലേ? ആൻസർ പേരിൽ തന്നെ ആൻസർ ആണോ? ഒരു ഓപ്ഷനിൽ തന്നെ അതിന്റെ ആൻസർ ഉണ്ട്. വാട്ട് ഡു വി ഈറ്റ് ഓൺ ദസറ? അത് ഞാൻ ഉണ്ടാക്കിയില്ല, കൊണ്ടുതരണേ ആരുണ്ടാക്കിയെങ്കില്. വാട്ട് ഡു വി ഈറ്റ് ഓൺ ദസറ? ദോക്കല. ദോക്കല എന്താ? ദോക്കല ഒരു സ്പെഷ്യൽ ആണല്ലോ. ദോക്കല ഫഫ്ഡ ആൻഡ് ജിലേബി, ലഡു, ഗീർ. എനിക്ക് കൊണ്ടുതരും. പറഞ്ഞ ആള് കൊണ്ടുതരണം. സാർ നമ്മളെ ആൻസർ സാർ ഒന്ന് മുകളിലോട്ട് വരും. പറഞ്ഞ ആള് കൊണ്ടുതരണം. ദസറ ഫെസ്റ്റിവൽ ഈസ് സിംബൽ ഓഫ് ബർത്ത്ഡേ ഓഫ് ഓപ്ഷൻസ് എന്താണ് സാർ? കൃഷ്ണ ഡിഫീസ് കംസ, രാമ റിട്ടേൺസ് ടു അയോധ്യ, ദുർഗ ഡിഫീസ് മഹിഷാസുര. ദസറ മഹിഷാസുര. അത് സാർ ക്ലിക്ക് ചെയ്യൂ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഋഷികേശ പറഞ്ഞോ. അജൽ കൃഷ്ണൻ എന്ത് പറ്റി ഇന്ന്? സാർ ഞാൻ ക്ലോസ് ചെയ്തോളൂ. ഓക്കെ സാർ ഞാൻ പേജ് ക്ലോസ് ചെയ്തോളൂ. ഓക്കെ, ക്ലോസ് ചെയ്തോ. അജൽ കൃഷ്ണൻ എന്ത് പറ്റി? അറിഞ്ഞൂടെ സാർ. ഓക്കെ, നല്ല കിസ്സായിരുന്നു. എൻഡ് ചെയ്തു. നല്ല കിസ്സായിരുന്നു. എല്ലാരും നല്ലോണം. അവസാനം ശ്രീഹരിക്ക് മനസ്സിലായി എങ്ങനെ ചെയ്യേണ്ടി. ഡാൻസിന്റെ പേര് ഡാൻസ് ഏതായിരുന്നു എനിക്ക് മനസ്സിലായി. ഇതോ ആ ഡാൻസ് ഉണ്ടായിരുന്നില്ല ഒരെണ്ണം, അത് ഏതായിരുന്നു എനിക്ക് മനസ്സിലായി. ഏതായിരുന്നു? ഗർഭ. അന്നാണ് നല്ല കോമഡി ജിപ്പ് ഒരു വെബ് സീരീസിന്റെ ജിപ്പ് എടുത്തിട്ടില്ലല്ലേ? വെബ് സീരീസിന്റെ ജിപ്പാണ് അത്. സീരിയലിന്റെ ജിപ്പ് എടുത്ത് വെച്ച്. ഒരു ടി വി ചാനലിലുള്ള ഏതെങ്കിലും സീരിയലിന്റെ ആയിരിക്കും. അതന്നെ ഒരു ഹിന്ദി. അതിന്റെ മോളിൽ എഴുതിയിട്ടുണ്ട്, ആ ജിഫിന്റെ ഏറ്റവും മുകളിൽ എഴുതിയിട്ടുണ്ട് സോണി സാബ്. സോണി തന്നെയാണ് ആ പരിശു. ആ സീരിയൽ എനിക്ക് അറിയാം, മറന്നു. ശ്രീഹരി സ്കോർ ചെയ്ത് കേട്ടോ. താങ്ക് യു. അത് മനസ്സിലായില്ലായിരുന്നു ശ്രീഹരിക്ക് ആദ്യം ചോദ്യം മനസ്സിലാവുന്നത്. അനഫി പറഞ്ഞു കൊടുത്തിട്ടാണ് അഭിനവിന് മാർക്ക് കിട്ടിയത്. എല്ലാം അനഫിയാ പറഞ്ഞു കൊടുത്തത്. കണ്ടോ? അങ്ങനെ പറ. രാഹുലിന് രാഖിന്റെ രാശിയാ പറഞ്ഞു കൊടുത്തത്. അല്ലെ രാഹുൽ മൊത്തം തെറ്റിക്കായിരുന്നു. രാഖിന്റെ രാശി പറഞ്ഞു ഇതാ ആൻസർ എന്ന് പറഞ്ഞു അല്ലേ? ഹരേ കൃഷ്ണ. അവിയാൻ ഹരേ കൃഷ്ണ പറഞ്ഞോ. ഓക്കെ, നോ ഇഷ്യൂ. എനിക്ക് അതിലും കുറവായിരുന്നു മാർക്ക്. എനിക്ക് ഏറ്റവും കുറച്ച് മാർക്കായി പോയി. എല്ലാരും എന്നെ തോപ്പിച്ചു കളഞ്ഞു. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് ഇന്ന് ഇവിടെ ചെയ്യാം. എല്ലാവരോടും പറയണം, അടുത്ത വ്യാഴാഴ്ച നെക്സ്റ്റ് തേഴ്സ്ഡേ മുതൽ ദാമോദര ആരതി സ്റ്റാർട്ട് ചെയ്യാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ എല്ലാവരുടെയും വീട്ടിൽ ദാമോദര ആരതി ചെയ്യണം കേട്ടാ. സർ ഞാൻ നെക്സ്റ്റ് ഫ്രൈഡേ സർ നെക്സ്റ്റ് വീക്ക് വിസിറ്റ് ചെയ്താണ്. വെരി ഗുഡ്. കണ്ടാ അഭിനവിന്റെ ശക്തിയല്ല അനഫി എടുത്തായി കാണിക്കുന്നേ. പഠിപ്പിച്ചെടുക്കുക. എന്ത് ചെയ്യും പറഞ്ഞെടുക്കുക. ഓക്കെ, അപ്പൊ ഹരേ കൃഷ്ണ. ദേവദർശ് ഹരേ കൃഷ്ണ വീഡിയോയിൽ വരൂ, കാണട്ടെ. ഹരേ കൃഷ്ണ. ഒരു മിനിറ്റ്. വീഡിയോ ദേവദർശിന്റെ റെഡ് ഹെഡ്ഫോൺ കണ്ടില്ല.
ആ ദേവദാസിന്റെ ഹെഡ്ഫോൺ കണ്ടു, എന്നാലേ ഒരു സുഖം വരത്തുള്ളൂ. ഹരേ കൃഷ്ണ. എന്തുണ്ട് വിശേഷം? അഭിയാൻ ഹരേ കൃഷ്ണ. വീഡിയോയിൽ വരൂ, നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുക. വീഡിയോയിൽ വരൂ, കാണട്ടെ. യെസ്, വീഡിയോ ഓൺ പ്ലീസ്. അപ്പോൾ എല്ലാവർക്കും വളരെ സന്തോഷം. ആദ്യ ഹരേ കൃഷ്ണ, കിസ്സലാം അല്ലായിരുന്നു. ഋഷികേശ് ഹരേ കൃഷ്ണ, രാഖി രാശി ഹരേ കൃഷ്ണ, രാഹുൽ ഹരേ കൃഷ്ണ, അനഭി ഹരേ കൃഷ്ണ, അഭിനവ് ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ സർ. ഹരേ കൃഷ്ണ സർ. അഭിയാൻ ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഗുരുവിന്റെയും നാരദ മഹർഷിയുടെയും സരസ്വതി ദേവിയുടെയും ഭഗവാന്റെയും എല്ലാ അനുഗ്രഹം കിട്ടട്ടെ. നമുക്ക് ഒരു പ്രാവശ്യം കൂടെ പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ രാമ ഹരേ. ഹരേ 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 എല്ലാവർക്കും ഹരേ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ. നമ്മുടെ കുടുംബത്തിനും എല്ലാവർക്കും, അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ രാമ 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 ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ കൃഷ്ണ ഹരേ. ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ രാമ. കൗണ്ട് ഡൗൺ സ്റ്റാർട്ടിംഗ് 100 100 90 10 98 97 98 80 70 60 50 40 30 20 20 10 9 9 8 7 6 5 4 3 2 1 0.